സന്തോഷ ആനന്ദ കണ്ണുകൾ അഭിനയിക്കണ സന്തോഷത്തിലൊന്നും പറയാൻ കിട്ടായിട്ട് നമ്മളെ ഞാൻ മീഷോ ഷെൻസുക്ക് അടിപൊളി ഒരു ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ള ഞാൻ കാണിച്ചു. ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ഷെൻസുക്കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റഡി ടേബിൾ ആണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പം ആക്ച്വലി ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയാം, കാരണം അവസാനം വരെ കാണാം. പക്ഷെ ഞാൻ ഈ ഒരു സാധനം റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റിട്ടേൺ കൊടുത്തുപോയി. അപ്പം കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഷെൻസൂര് വാങ്ങിച്ച ഒരു സ്റ്റഡി ടേബിൾ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. വെറും എത്ര റേറ്റ് എന്നറിയോ? വെറും 565 രൂപയാണ്. 565 രൂപയാണ് ഈ സ്റ്റഡി ടേബിളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ സ്റ്റഡി ടേബിൾ എനിക്ക് വാങ്ങുമ്പോൾ ഞാൻ കുറേ ചിന്തിച്ചു. കാരണം വലിയ റേറ്റിന് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടികളെ നീളം വെക്കുന്നില്ല. അപ്പോൾ അത്രയല്ലേ അതിന് യൂസ് ഉണ്ടാവും എന്നുള്ള ഒരു ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി, വളരെ ചെറിയ റേറ്റിനൊന്ന് എടുത്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇത് ഈ സാധനം റിട്ടേൺ ചെയ്തു. പക്ഷേ അതിനേക്കാൾ ഒരു ട്വിസ്റ്റ് ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇതിൽ ABC അതുപോലെ തന്നെ ഫ്രൂട്ട്സും നമ്പേഴ്സും കാര്യങ്ങളും നമുക്ക് അതും കൂടി കുട്ടികൾ വായിക്കാനുള്ളൊരു സൗകര്യം കൂടി അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് ഉണ്ടായത്. സംഭവം 665 രൂപക്ക് അടിപൊളി എന്ന് വെച്ചാൽ അത്ര അടിപൊളി സാധനമാണ്. കാരണം ഈ ഒരു റേറ്റിന് ഇങ്ങനെ ഒരു സ്റ്റഡി ടേബിൾ നിങ്ങൾ ചിന്തിച്ചൊക്കെ 565 രൂപയ്ക്ക് നമുക്ക് സ്റ്റഡി ടേബിൾ എവിടുന്ന് കിട്ടും? അപ്പോൾ അത്രയും ആ റേറ്റ് നല്ല അഫോർഡബിൾ ആയിരുന്നു ഈ സാധനം. കൂടാതെ ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ സ്പഞ്ചായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഇരിക്കുമ്പോൾ വേദനയോ കാര്യങ്ങളോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സ്പഞ്ചായിരുന്നു. അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ചാരുന്ന സ്ഥലം, ഹെഡ് വരുന്ന നമ്മൾ പുറം വരുന്ന ഭാഗമൊക്കെ സ്പഞ്ചായിരുന്നു. അപ്പം ഇത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഏകദേശം 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട്. കാരണം ഒരു വലിയ സാധനം ആയതുകൊണ്ടോയെന്ന് എനിക്കറിയില്ല, ഭയങ്കര ലേറ്റായി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ടേബിൾ ഇതങ്ങളെ ഇതിൻ്റെ അടിയിലൊരു കാണിച്ചു തരാം കേട്ടോ. ഒരു സംഭവം കണ്ട അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അത് ഇട്ട് കൊടുക്കലാന്ന് കേട്ടോ. ഇങ്ങനെയാണ് ടേബിൾ സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പായോണ്ടും മഴ എന്തോ സംസാരിക്കുന്നതാണ് ഗൈസ് ഇതൊക്കെ. പിന്നെയൊക്കെ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ ടേബിള് ഇച്ചിരി ചെറുതായിട്ട് തോന്നി. പക്ഷേ ചെയർ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഷെൻസൊക്കെ എനിക്ക് തോന്നി കാണുമ്പോൾ എന്തായാലും ചെയർ ഓക്കെ ആയിരിക്കും. പക്ഷേ ടേബിൾ കുറച്ചൊരു കുഞ്ഞു ടേബിളായി പോയി. കാരണം ഉള്ളിൽ നല്ലോണം കുനിഞ്ഞെഴുതേണ്ടി വരുമോ എന്നെല്ലാം ഒന്ന് ഡൗട്ടായി ഞാൻ. കാരണം ടേബിൾ കുറച്ച് ചെറുതാണ്. പക്ഷെ ചെയർ നല്ലവർക്ക് കറക്റ്റായിരുന്നു കേട്ടോ. ടേബിൾ മാത്രമേ ഇച്ചിരി ചെറുതായി പോലെ തോന്നി കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ബലമുണ്ട്. ഇത് ഇത്രയാണ് ഇതിൻ്റെ വലിപ്പം നീളം പറയുന്നത്. അതിൻ്റെ ജസ്റ്റ് നിന്ന് കാണിച്ചു തന്നിട്ട് ഇത്രയാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഓക്കെ, മഴ ആയതുകൊണ്ടാണ് ഇത്തിരി സമയം ഒന്നും സംസാരിക്കാൻ നിന്നത്. അതുകൊണ്ട് പിന്നെ ഉപ്പാക്ക് കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ കൂടി സംസാരിക്കാൻ ചമ്മലായതുകൊണ്ടാണ് ഞാൻ ഉണ്ടാകുന്നത്. അപ്പം സ്റ്റഡി ടേബിൾ ഇതാണ്. പക്ഷെ ഇത് ഓൾക്ക് കറക്റ്റ് ആവും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അവളെ ഹൈറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ഹൈറ്റ് കണക്കാവുമെന്ന് അറിയില്ല. കണ്ടിട്ട് ഈ റേറ്റ് നല്ല അഫോർഡബിൾ അടിപൊളി സാധനമാണ്. ഈ റേറ്റ് എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല. റേറ്റ് വരുന്നത് 565 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ആ ഒരു റേറ്റിന് നല്ല അഫോർഡബിൾ ആണ് ഈ സാധനം. കണ്ടപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആ ഒരു റേറ്റിന് നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഷെൻസ് വന്നിട്ട് ഓക്കെ എങ്ങനെ ഓക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണം. അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിലൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഓൺലൈനിൽ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം എങ്ങനെയാണ് നോക്കാം എന്നിട്ട് അത് ഓക്കെ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നൊരു ഇതാണ് കേട്ടോ. കാരണം വെച്ചാൽ ടേബിളിന് എഴുതുമ്പോൾ നമുക്ക് ഹൈറ്റ് കൂടുതൽ ഒക്കെ എഴുതാൻ ചെറിയ പ്രയാസമായതുകൊണ്ടാണ് ഞാൻ സ്റ്റഡി ടേബിൾ വാങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളേക്ക് നമ്മളെ മക്കളെ നമ്മളെല്ലാവരും നമ്മുടെ ടേബിളിൽ തന്നെ എഴുതാമെന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്കൊരു ആഗ്രഹം ഉണ്ടായല്ലോ, അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. അവർ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് അറിയില്ല. ഷെൻസ് വന്നിട്ട് നമുക്ക് രാവിലെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെത്തും. കുറേ ദിവസം ഇത് ഓർഡർ ചെയ്തിട്ടാണ്. കാരണം കുറച്ച് വലിയൊരു സാധനം ആയതുകൊണ്ടായിരിക്കും അത്ര ലേറ്റാണെന്ന് എനിക്ക് തോന്നുന്നറിയില്ല. ഓക്കെ, അപ്പം ഞാനും വെയിറ്റിംഗ് ആയിരുന്നു എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു സാധനം തന്നെയാണ്. ഷെൻസ് വന്നിട്ട് നോക്കി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. പിന്നെ സാധനം കൂടി കാണിച്ചിട്ടുണ്ട്. ഞാൻ മീഷോ വന്ന് ഷെൻസിക്ക് നല്ല അടിപൊളി ഒരു ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഞാൻ ഹെവി ആയിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇപ്പോൾ തന്നെ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല. നേരത്തെ ആണെങ്കിൽ തീരെ കേൾക്കില്ലായിരുന്നു. പിന്നെ
പിന്നെ കാണിക്കാനുള്ള ഇതാണ്. ഇത് മീഷോ എന്ന് കാണിച്ചത് പക്ഷേ എൻ്റെ ഡ്രസ്സ് 240 രൂപയാണ് ഈ ഡ്രസ്സിന് വരുന്നത്. അടിപൊളി സാധനം. ക്ലോത്ത് ഞാൻ റിവ്യൂ നോക്കിയിട്ടാണ് സാധനം, അല്ലാതെ അങ്ങനെ ആയിരിക്കും. റിവ്യൂ നോക്കിയിട്ട് റിവ്യൂലൊക്കെ നല്ല അടിപൊളിയാണ് കാണുന്നത്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. ഇതാണ് കേട്ടോ കൈ. എനിക്ക് വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടോ അറിയില്ല. ഒരു ലൈറ്റ് യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. പിന്നെ നമ്മൾ ഓൺലൈനിൽ ഡ്രസ്സസ് എപ്പോഴും എടുക്കാം കേട്ടോ. നമ്മൾ കറക്റ്റ് സൈസ് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പം, അതായത് മീഷോ, ഫ്ലിപ്കാർട്ട് അങ്ങനെ അതുപോലെയുള്ളതിലൊക്കെ അങ്ങനെ ഓർഡർ ചെയ്യണം. നമ്മളെപ്പോഴും ഓർഡർ ചെയ്യുമ്പം നമ്മൾ തൊട്ട് അധികമുള്ള സൈസ് ഓർഡർ ചെയ്യുക. ഞാൻ ഷെൻസിന് 5-6 വയസ്സുള്ള ഇതിൻ്റെ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് ചിലപ്പോൾ 4-5 ഉള്ളതാണെങ്കിൽ എടുക്കണമെങ്കിൽ ചിലപ്പോൾ ഒട്ടും ടൈറ്റോ എന്തെങ്കിലും മിസ്റ്റേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുക. നല്ല അടിപൊളി മെറ്റീരിയൽ എന്ന് വെച്ചാൽ സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ത്രെഡ് വർക്കാണ് വരുന്നത്. ഗ്രീൻ, യെല്ലോ, റെഡ് ഫ്ലവറൊക്കെ ആയിട്ട് അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ആ ഒരു റേറ്റിന് നല്ല അഫോർഡബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. ഓക്കെ. ഇതാണ് സംഭവം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഡ്രസ്സ്. കാരണം ഈ റേറ്റിന് ഇങ്ങനെ ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചല്ല കേട്ടോ. ഈ സെയിം നമ്മൾ ഷോപ്പിലേക്ക് പോകുകയാണെങ്കിൽ എന്തായാലും 500-700 എന്തായാലും നമ്മുടെ നാട്ടിൽ കൊടുക്കേണ്ടി വരുമ്പോൾ ഉറപ്പായിട്ടും. കാരണം ഈ ഒരു ക്ലോത്തിന് ഇത് സാധാരണ ക്ലോത്ത് അല്ല, നല്ല മനസ്സിലാവുന്ന അറിയില്ല. ക്രിങ്കിൾഡ് പോലത്തെ ഒരു ക്ലോത്താണ് കേട്ടോ വരുന്നത്. കാണാൻ മനസ്സിലാവും. ഇതാണ് സംഭവം. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ വന്നതാണ്. എന്താണെന്ന് കാണിച്ചു തരാം. ഫ്രൂട്ട് ഫോർക്കാണ് കേട്ടോ. അതായത് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പം അത് കുത്തിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഫോർക്കാണ് ഈ സംഭവം. ഇത് ഇതുപോലത്തെ 3 എണ്ണം വരുന്നുണ്ട്. ഒന്ന് ഞാൻ അവിടെ സ്കൂളിൽ പോകുമ്പോൾ കൊടുത്ത്. പിന്നെ ഇതുപോലെ ഇതാണ് ആ ഒരു സംഭവം. ഇത് ഒന്നും കൂടി ഉണ്ട്. ഒന്നിട്ട് ഞാൻ ഷെൻജോന് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തിട്ടാണ് ഫ്രൂട്ട്സിന് ഇട്ട് കൊടുത്ത്. ഇത് ഞാൻ വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പേളിമണി അവരെ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അവരെ കുഞ്ഞിൻ്റെ സ്നാക്സ് ബോക്സിൽ അത് കുറച്ച് ആനിമൽസിൻ്റെ ഫോർക്കായിരുന്നു. അത് നമ്മൾ സാധാ ഫോർക്കിനെ പോലെ കുറേ ഇതുള്ള ഫോർക്കായിരുന്നു. അപ്പം ഞാൻ അങ്ങനത്തെയൊക്കെ നോക്കുമ്പം കുറച്ച് റേറ്റാണ്. പക്ഷെ അത്ര റേറ്റിന് ഈ ഒരു സാധനം എന്തിനാണെന്നപ്പോൾ അങ്ങനെ വിചാരിച്ചു. ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവുമായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് ഈ 3 പാക്കറ്റും കൂടിയിട്ട് 3 എണ്ണത്തിന് 95 രൂപയാണ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകിയിട്ടാണ് കൊടുത്തത്, കാരണം പ്ലാസ്റ്റിക്കാണ്. അപ്പം ഇത് നമ്മുടെ ഫ്രൂട്ട്സ് ഇങ്ങനെ കുത്തി കൊടുക്കും. അപ്പോൾ ഈ ഒരു ഫോർക്ക് വരുന്നത് നമ്മൾ ബേർഡ്സിൻ്റെ ഒരു ഇതിലാണ്. ബേർഡ്സിൻ്റെ എന്താ പറയുക, അപ്പോൾ ബേർഡ്സിൻ്റെ ഷേപ്പിലാണ് ആ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഞാനത് ഇന്ന് ഷെൻസുവിന് രാവിലെ കൊടുത്തയച്ചു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ എന്താണ്, നമ്മൾ പേളി മണ്ണിൻ്റെ അവരെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുക്കുന്നത് കണ്ട് ഞാൻ ആനിമൽസിൻ്റെ പിക്ചർ ആയിരുന്നിട്ടുണ്ടേ. അപ്പോൾ അത് കൊണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി, അങ്ങനെ സാധനം വാങ്ങിച്ചാലോ, ഒരു രസമല്ല പിള്ളേർക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ ഷെൻസുവിന് ഇന്ന് ഞാൻ ഷെൻസു സവർ ജില്ലയാണ് കൊടുത്തത് കേട്ടോ. ഫ്രൂട്ട്സായിട്ട് സ്നാക്സിന് കൊടുത്തതാണ്. അത് മാത്രമല്ല മറ്റേ ബേക്കറി ഐറ്റംസ് പൊട്ടുന്നപ്പോൾ കാര്യങ്ങളും കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് അവർക്ക് ഇടയ്ക്കത് കൊടുക്കും. അങ്ങനെയാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഇത് കുത്തി കൊടുത്തിട്ട് കൊടുത്തേനെ. ഇപ്പോൾ തിരിച്ച് വരുമ്പോൾ അതുണ്ടാവോ, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഓക്കെ. അപ്പോൾ ഇത്രയാണ്. ആയിട്ടില്ല, വീഡിയോ ആയിട്ടില്ല. നമ്മുടെ ഷെൻസു വന്നിട്ട് നമുക്ക് ഇതൊക്കെ സർപ്രൈസ് ആയിട്ട് കാണിക്കണം. ഡ്രസ്സ് ഓൾറെഡി ഓള് കണ്ടതാണ്. ഈ ഫോർക്കും കണ്ട് രാവിലെ. അപ്പോൾ സ്റ്റഡി ടേബിൾ ഒക്കെ അറിയാം, എന്തായാലും വരും എന്നറിയാം. അപ്പോൾ നമ്മൾ ഷെൻസുവിന് വന്നിട്ട് നമ്മളിത് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ സാധനം എത്തിയതാ. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ നിങ്ങളെ മക്കൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ ലിങ്ക് കാര്യങ്ങൾ അയക്കുന്നെങ്കിൽ കമൻ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഏതെങ്കിലും ആഡ് ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഷെൻസു വന്നിട്ട് കാണാം. പൊടി നാളെ ഓടിയതാ. പിന്നെ വന്നപാട് ഓള് കണ്ടത് വേറൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് സൺഡേ ഒരു കല്യാണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അടുപ്പിച്ച ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഇവിടെ ആ ഡ്രസ്സിൻ്റെ ഫോട്ടോ കൊടുക്കാൻ ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് അവർ ഷെൻസു വന്നപാട് കണ്ടത് ഇതായിരുന്നു കേട്ടോ. ഓക്കെ, സൈഡിൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ. മെല്ലെ മെല്ലെ മെല്ലെ.
കണ്ടാ ആരും നോക്കിയേ നോക്കട്ടെ നോക്കാം ഇരിക്കണോ ആ പൊട്ടിക്ക അത് ഇരുന്ന് നോക്ക് കറക്റ്റന്നെയാ ഇഷ്ടപ്പെട്ടിനാ ഇരിക്കില്ല നോക്കട്ടില്ല ഉമ്മ ബാക്കോട്ടിരുന്നേ അത് ഫ്രൂട്ട്സ് സ്ട്രോബെറി ഫ്രൂട്ട്സിൻ്റെ പേര് നോക്കട്ടെ ഇങ്ങോട്ട് നോക്കിയേ ബാക്കോട്ടിരുന്നേ ശരിക്കും മസാലമ്മ ഇഷ്ടപ്പെട്ടാ അപ്പോൾ ടിസ്റ്റ് വെച്ചാൽ ഇതായിരുന്നു അത് ഞാൻ റിട്ടേൺ കൊടുത്തു കേട്ടോ പിറ്റേന്ന് തന്നെ വാങ്ങാൻ വന്ന് അന്ന് വൈകുന്നേരം തന്നെ ക്യാഷും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് വലിയ നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി മീഷോ ആണെങ്കിലും അന്ന് രാത്രി തന്നെ റീഫണ്ടും ചെയ്തു അവർ അപ്പോൾ ഇത് ഞാൻ ഇക്കാൻ കൂടി തൃക്കരിപ്പൂർ പോയിട്ട് അവൾക്ക് പുതിയൊരു സ്റ്റഡി ടേബിൾ വാങ്ങിച്ചുകൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീടാണ് ഇപ്പം നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഇതിപ്പോൾ ഷെൻസ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കാണുന്നതായിരിക്കും കേട്ടോ ആദ്യം അവളെ കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ കുട്ടികളെ നമുക്ക് ടോയ്സിൻ്റെ ഷോപ്പിൽ കൊണ്ടുപോയുള്ള അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലേ പിന്നെ സ്കൂളും ഉണ്ടായതുകൊണ്ട് പിന്നെ ഷെൻസു തന്നെ പറഞ്ഞു ഉമ്മാവും പാപ്പാവും പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നാൽ എനിക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ടാൾ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നിൽക്കാൻ പോയിട്ട് വാങ്ങിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് സ്റ്റഡി ടേബിൾ എഴുതുന്നത് ഒരു വൈറ്റിൽ എന്തോ ഒരു പിക്ചർ ഉണ്ട് എന്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ല അത് ഓക്കെ ടെഡി ബിയർ ആണോ എന്തിൻ്റെ ഒരു പാണ്ടയോ എന്തിൻ്റെ ഒരു പിക്ചറാണ് ടെഡി ബിയർ അല്ല പാണ്ടൻ്റെയോ എന്തോ ഒരു പിക്ചറാണില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഷെൻസുവിൻ്റെ ന്യൂ സ്റ്റഡി ടേബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ ചെയറാണ് ഞാൻ നെക്സ്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ മറ്റേ ടാബിൾ റിട്ടേൺ കൊടുത്തു കേട്ടോ അപ്പോൾ ഇതിപ്പം പോയിട്ട് വാങ്ങിച്ചു തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഷെൻസുത വന്നിട്ടുണ്ട് ഇക്കടെ ബസ് എഴുന്നേരത്ത് കൂട്ടാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വന്നിട്ട് നമുക്കുള്ള റിയാക്ഷനൊക്കെ കാണാം അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ ചോദിച്ചു ഷെൻസ് വാങ്ങാൻ വരുന്നോ കൂടെ എന്നൊക്കെ വേണ്ട ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് വാങ്ങിയിട്ട് വെച്ചാൽ മതി എന്ന് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ തൃക്കരിപ്പൂർ നിർത്തിയാണ് കേട്ടോ ഗൾഫ് ബസാർ ഓക്കെ അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഷെൻസ് ഇപ്പത്തൂടെ അപ്പോൾ നമുക്ക് ഷെൻസിന് വന്നിട്ട് കാണാം ഓക്കെ അപ്പോൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ ഓറോയ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവം ഓൾറെഡി മറ്റേത് റിട്ടേൺ കൊടുത്തതെന്ന് ഓറോയ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇത് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് വൈൻഡപ്പിലായിരിക്കും ഇത് കണ്ടുവിട്ടാ അവനെ പോട്ടൂല സന്തോഷ ആനന്ദ കണ്ണുകൾ അഭിനയിക്കണ സന്തോഷത്തിലൊന്നും പറയാൻ കിട്ടായിട്ട് നമ്മളെ അതെയാ സ്കൂളിൽ നിന്ന് കാർട്ടൂൺ കാണിച്ചു തരുമ്പോ പിന്നെ കൈയിട് ഇങ്ങോട്ടോക്ക് പറയാറോ എന്ത് പറഞ്ഞു ബാ ഇങ്ങോട്ട് വാ അത് ബാറ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ആയിരിക്കതേ അപ്പോൾ ഇതാ ഗായ്സ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഷെൻസ എഴുതുകയൊക്കെ ചെയ്യുന്നത് ഒരു സ്റ്റഡി ടേബിൾ ഉപയോഗിച്ചാണ് കേട്ടോ ഇത് അവൾക്ക് നല്ല കംഫർട്ടബിളാണ് അവളുടെ ഹൈറ്റിനും ഒക്കെ കറക്റ്റാണ് കേട്ടോ അപ്പോൾ അവൾ ഇപ്പോൾ എല്ലാം ഇതിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ടാറ്റ ബൈ